കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനുമില്ല. അത് ഇന്ന് പറയുന്നതല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അധികാരമേറ്റ നാൾ മുതൽ അദ്ദേഹം ഇത് ആവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബി.ജെ.പി. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനും ഞങ്ങളില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പിന്നെ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ കേന്ദ്രവുമായി യുദ്ധപ്രഖ്യാപനം, ഞങ്ങൾ അതിലൊന്നുമില്ല. തെറ്റായ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്താൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടില്ല, എല്ലാ കാര്യത്തിലും ഞാൻ വഴങ്ങുന്നില്ല. ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. തെറ്റായ, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരായി ഈ ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, വൈറ്റ് പേപ്പറിൽ, ബഡ്ജറ്റിൽ എല്ലാ ദിവസവും കേന്ദ്രത്തിനെതിരായി യുദ്ധപ്രഖ്യാപനം. അതല്ല ഞങ്ങളുടെ സമീപനം, അതല്ല. തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെന്ന്, നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കഴിഞ്ഞ ഒരു മാസത്തെ ഭരണം എടുത്തു നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കും. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന്. കേന്ദ്ര സർക്കാരുമായി, ബി.ജെ.പിയുമായി, RSSുമായി ഒരു ഏറ്റുമുട്ടലിനും ഞങ്ങളില്ല. അവരോട് സഹകരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ, ഫെഡറൽ സംവിധാനത്തിന് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. ഗവർണറുടെ ഇടപെടൽ, ഉദ്യോഗസ്ഥരുടെ യോഗം ഗവർണർ വിളിച്ച ഘട്ടത്തിൽ എന്താണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന്. ഫേസ്ബുക്കിലൂടെ ഒരു പ്രതിഷേധ കുറിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്. ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഒരു കത്തും അയച്ചു ഗവർണർക്ക്. പരസ്യമായി മാധ്യമങ്ങളോട് ഗവർണർക്കെതിരെ, ബി.ജെ.പിക്കെതിരെ, RSSനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇതുവരെ ഒരക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി എന്നോർക്കണം. എന്ന് വെച്ചാൽ ബി.ജെ.പിയുമായി സഹകരിച്ച് പോകുക എന്നതാണ് ഞങ്ങളുടെ നയം എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഈ ബജറ്റ് ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ വി.ഡി. സതീശൻ. എന്ന് വെച്ചാൽ എന്താണ് UDF സർക്കാർ, എന്താണ് UDF സർക്കാരിന്റെ നയം, എങ്ങോട്ടാണ് UDF സർക്കാർ പോകുന്നത് എല്ലാം വ്യക്തമാണ്. കേരളം ബി.ജെ.പി. ഭരിക്കുന്നില്ല എന്നേയുള്ളൂ. ബി.ജെ.പിയുടെ ഒരു സാമന്ത ഭരണമായിരിക്കും കേരളത്തിലുണ്ടാവുക എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിം ലീഗിന്റെ MLA-മാരും സഭയിലുണ്ട്, മന്ത്രിമാരും സഭയിലുണ്ട്. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണ അവർ നൽകുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവരുടെയും നിലപാട് ബി.ജെ.പിയുമായി സഹകരിച്ചു പോവുക എന്നത് തന്നെയാണ്. PM ശ്രീയിൽ നാം അത് കാണുന്നുണ്ട്. ഗവർണർ നടത്തുന്ന ഇടപെടലുകളോട് മൗനം പാലിക്കുന്നതിൽ നാം അത് കാണുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ അണികൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. ബി.ജെ.പിക്കെതിരെ, ബി.ജെ.പിയുടെ നയങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് ബി.ജെ.പിയുടെ സാമന്ത ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്നും